ഇന്ത്യ നടുക്കിയ ദുരന്തമാണ് ഉത്തർപ്രദേശിലെ ഹാത്രസിലുണ്ടായത്. അവിടെ ഒരു ആൾദൈവത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ 2-2.5 ലക്ഷത്തോളം ആളുകൾ കൂടി. ഒരു വലിയ തിക്ക് തിരക്കുണ്ടായി. ഇതുവരെ 124 പേരാണ് മരിച്ചത്. ഇനി ഒരു പക്ഷേ മരണസംഖ്യ ഏറിയേക്കാം എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. 60,000 പേർക്ക് മാക്സിമം പങ്കെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് 2.5 ലക്ഷത്തോളം ആളുകൾ വരുന്നു. പ്രോപ്പർ സെക്യൂരിറ്റി സംവിധാനമോ അല്ലെങ്കിൽ ക്രമീകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡ്സ് തന്നെ ആളുകളെ ഒരു തിക്കും തിരക്കിലേക്ക് തള്ളിവിട്ടുവെന്ന വിമർശനമുണ്ട്. എന്തായാലും പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. അവിടെ ഇതിൻ്റെ മുഖ്യ സംഘാടകർക്കെതിരെ കേസുണ്ട്. അപ്പോൾ ഈ ബോലു ബാബ എന്ന് വിളിക്കുന്ന കക്ഷിയാണ് ബോലെ ബാബ. അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ കാലടിയിലെ മണ്ണ്, അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ അടിയിലെ മണ്ണ് ഇതൊക്കെ എടുക്കാൻ വേണ്ടി ആൾക്കാർ തിക്ക് തിരക്കുണ്ടാക്കിയതാണ് ഈ മരണത്തിന് പ്രധാന കാരണം. ഉത്തർപ്രദേശിലെ വളരെ റൂറൽ ഏരിയയിലുള്ള സ്ത്രീകളും കുട്ടികളുമാണ് ഇതിൽ പെട്ടുപോയവർ മുഴുവൻ. അവരാണ് അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദത്തിലുള്ളത്. നമുക്ക് ഉത്തരേന്ത്യയിൽ നമ്മൾ നിരന്തരമായിട്ട് സ്റ്റാമ്പേഡ്സ്, തിക്കും തിരക്കും മരണങ്ങളുടെ കഥ കാണുന്നുണ്ട്. പിന്നെ ഈ ആൾദൈവങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ഇടവേളകളിൽ സംസാരിക്കേണ്ടി വരുന്നുള്ള പ്രശ്നമുണ്ട്. ഉത്തർപ്രദേശിലെ ഗവൺമെൻറ് എങ്ങനെയായിരിക്കും ഈ പ്രശ്നത്തെ ടോട്ടൽ സമീപിക്കുക എന്നാണ് ജിംസിന് തോന്നുന്നത്? അവർ വലിയ ആൾദൈവമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ MP-മാരും MLA-മാരും വലിയ രാഷ്ട്രീയ സംരക്ഷണമൊക്കെ ഉള്ള ആളുമാണ്. അങ്ങനെ ഒരു ആൾദൈവമാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, യോഗി ആദിത്യനാഥ്. അദ്ദേഹത്തിൻ്റെതായ അനുയായി വൃന്ദമുണ്ട്. അദ്ദേഹം യോഗിയാണ്, സന്യാസിയാണ്. അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരാളാണ് അത് ഭരിക്കുന്നത്. അദ്ദേഹം ഇനി പ്രത്യേകമായിട്ട് ആൾദൈവങ്ങൾക്ക് ഇതിൻ്റെ നടപടി സ്വീകരിക്കും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പിന്നെ ഇന്നലെ ഉണ്ടായ തിക്കും തിരക്കിലും ഉണ്ടായ ദാരുണമായ സംഭവം അവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. അവിടുത്തെ ഒരു സർക്കാർ ആ സംഭവത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ഇന്നലെ പുറത്തു വന്ന വീഡിയോകളിലുണ്ട്. ഈ മരിച്ചു വീണ ആളുകളെ ഒബ്ജക്ട്സ് കൊണ്ടുപോകുന്ന ഒരു സവാള ചാക്കോ ഉരുളക്കിഴങ്ങ് ചാക്കോ കൊണ്ടുപോകുന്ന പോലെ എടുത്തുയർത്തി കൊണ്ടുപോയി അട്ടിയിട്ട് വയ്ക്കുന്നൊരു കാഴ്ച നമ്മളവിടെ കണ്ടു. അത് നമ്മൾ കോവിഡ് കാലത്തും കണ്ടതാണ്. അതിനപ്പുറമുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അങ്ങനെ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണർന്ന് പ്രവർത്തിക്കാൻ പറ്റിയ ആംബുലൻസുകൾ, പരിക്കേറ്റവരെ കൊണ്ടുപോയി ഓക്സിജൻ കൊടുക്കാൻ പറ്റിയ സൗകര്യമുള്ള ഓക്സിജൻ നമ്മൾ പ്രത്യേകം എടുത്ത് പറയണം. കാരണം ഈ ഓക്സിജന് ഒരുപാട് കഥകളുണ്ടല്ലോ UP-യിൽ. എന്തായിരുന്നു ഡോക്ടറുടെ പേര്? കഫീൽ ഖാൻ ഓക്സിജൻ കൊടുത്തതിനാണ് അദ്ദേഹത്തിൻ്റെ കേസെടുത്ത് അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടത്. ഓക്കെ, ഓക്സിജൻ വീണ്ടും നമ്മൾ ഓർക്കുന്ന കോവിഡ് കാലത്താണ്. ഓക്സിജന് വേണ്ടി ജനങ്ങൾ പെടഞ്ഞു മരിക്കുക മാത്രമല്ല, അവിടുത്തെ BJP-യുടെ MP എനിക്കിച്ചിരി ഓക്സിജൻ വേണം എന്ന് വിളിച്ചു പറഞ്ഞ് പുറത്തുനിന്നൊരു ശബ്ദരേഖ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആരോഗ്യ സംവിധാനം വളരെ മോശമാണ്. അപ്പോൾ നരേന്ദ്രമോദി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണകാലത്ത് മുഴുവൻ പറഞ്ഞത് UP-യിൽ പറയുന്നത് UP-യിലേക്കാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ഞങ്ങൾ കൊണ്ടുവരുന്നത്, UP ഞങ്ങൾ വികസിത രാജ്യമാക്കും, സിംഗപ്പൂരാക്കും, ലക്നൗ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാക്കും. ഇതൊക്കെ പറയുമ്പോഴും UP-യിലെ ഗ്രാമങ്ങളിലെ അവസ്ഥ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാതെ തുടരുകയാണെന്ന് ഇന്നലത്തെ കാഴ്ചയിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതൊരു വശത്ത്. മറുവശത്ത് ഈ ആൾദൈവങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശ്നം, ഈ സംഭവം ഉണ്ടാക്കിയ ആൾദൈവം തന്നെ ഭോലെ ബാബ, അയാളൊരു പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു. പോലീസ് കോൺസ്റ്റബിൾ ആയിരിക്കും അയാൾ ഒരു റേപ്പ് കേസിൽപ്പെട്ട് ജയിലിൽ പോവുകയാണ്. 97 മറ്റോ റേപ്പ് കേസിൽ ജയിലിൽ പോകുന്ന ആൾ ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങി വരുന്ന ആൾദൈവമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഇന്ത്യയിലുണ്ട്. കാരണം ഇത് ആദ്യത്തെ ആളല്ലല്ലോ. എത്രയോ അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട്. ഇപ്പോൾ ആശാറാം ജി ബാപ്പു മുതൽ അങ്ങനെ ഒരു ലിസ്റ്റ്, നീണ്ട ലിസ്റ്റുണ്ട്. ക്രിമിനലുകളായിട്ടുള്ള ആൾദൈവങ്ങളുടെ ഒരു ലിസ്റ്റുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇന്ത്യക്കാരുടെ ഒരു സൈക്കോളജിയിൽ ഇങ്ങനെ ആൾദൈവങ്ങൾ പെട്ടു പോകുന്നത്? അങ്ങനെ ഒരു ചോദ്യമുണ്ടോ? കാരണം ഇന്ത്യക്കാർ പൊതുവെ റിലീജിയസ് ആണ്, ബിലീവേഴ്സാണ്. എന്നിരിക്കെ ജാതി മതഭേദമന്യേ, അത് ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല, എല്ലായിടത്തും ഈ ആൾദൈവങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. അതിനൊരു കാരണം എന്ന് വെച്ചാൽ ഈ ഇന്ത്യ ദീർഘകാലം ഇങ്ങനെ ഒരു രാജഭരണത്തിന് കീഴിൽ, നാട്ടുരാജാക്കന്മാരുടെ കീഴിൽ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജനങ്ങൾ വലിയ കഷ്ടപ്പാടിലായിരുന്നു. ഇപ്പോൾ സാധാരണ ജനം എന്ന് പറയുന്നത് വലിയ കഷ്ടപ്പാട്. അപ്പോൾ നമ്മൾ ദർബാറുകൾ ഒക്കെ ഉണ്ടാവും, അവിടെ വലിയ ആഡംബര ജീവിതമൊക്കെ ഉണ്ടാവും, പോലും ആളുകൾ പട്ടിണി കിടക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ സന്യാസികൾ, ഈ ഹിന്ദു സന്യാസികളാകട്ടെ, സൂഫി വര്യന്മാരാകട്ടെ, അങ്ങനെയുള്ള ആളുകൾ ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഈ പട്ടിണി പാവങ്ങളുടെ ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി അവരെന്തെങ്കിലും ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ ആകാശത്തു നിന്ന് അരിയും ഭക്ഷ്യവസ്തുക്കളൊക്കെ എടുത്ത് കൊടുത്ത് മാജിക്ക് കാണിച്ചാണ് ആളുകളെ വശീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ടിൽ അവരോടൊപ്പം നിൽക്കുന്നവരായിരുന്നു യഥാർത്ഥ ഗോഡ്മാൻ ഇന്ത്യയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഷിർദി സായിബാബ ഉണ്ടല്ലോ, അദ്ദേഹം ഒരിക്കലും മിണ്ടിയിട്ടില്ല എന്നാണ് പറയുക. അദ്ദേഹം ഒരു ഗോഡ്മാനായിരുന്നു. അദ്ദേഹം ഒരിക്കലും സംസാരിക്കില്ല, ഇങ്ങനെ കാണിക്കുള്ളൂ ആളുകൾ കാണിക്കുമ്പോൾ. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. മരിച്ചുപോയാളാണ്. അപ്പോൾ ആധുനിക കാലത്ത്, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർക്ക് ശേഷം, ഇന്ത്യയിൽ ഈ ആൾദൈവങ്ങളുടെ മാതൃകയിൽ നിരവധി തട്ടിപ്പുകാർ രംഗത്ത് വരികയും അവർ കോടികൾ സമ്പാദിക്കുകയും ആഡംബര ജീവിതം നയിക്കുകയും ക്രിമിനൽ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുകയും ബലാത്സംഗം നടത്തുകയും ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ത്യക്കാർ അത് തിരിച്ചറിഞ്ഞ് മറികടക്കുന്നതിന് പകരം
നിയമത്തിലൂടെ അവരെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നരേന്ദ്ര ദാബോൽക്കർ ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമം നടപ്പാക്കാൻ വേണ്ടി അദ്ദേഹം നിരന്തര സമരം നടത്തിയ അവസാനം അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമാണ് ആ നിയമം മഹാരാഷ്ട്രയിൽ നിലവിൽ വരുന്നത്. അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലിയായിരുന്നു. അപ്പോൾ നിയമം മൂലം തടയാൻ കഴിയുന്നവ നിയമം മൂലം തന്നെ തടയണം. അപ്പോൾ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ട ഒരാൾ, അയാൾ എന്ത് സത്സംഗ് എന്ന് പേരിട്ട് എന്ത് പേരിട്ടിട്ടാണെങ്കിലും ആളുകളെ വശീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടി യോഗം നടത്തിക്കൊണ്ട്, ആളുകളെ ആകർഷിച്ചുകൊണ്ട് പരിപാടി എടുത്താൽ തടയാൻ സർക്കാരിന് കഴിയുന്ന രീതിയിൽ ഇത്തരം നിയമങ്ങൾ എല്ലാ സ്റ്റേറ്റുകളിലും വരണമെന്നാണ് ഞാൻ പറയാം. അതല്ലാത്തിടത്തോളം ഇത്തരം സംഭവങ്ങൾ മാത്രമല്ല, ഇത്തരം ആളുകളുടെ ആശ്രമങ്ങളിൽ അവിടെ ഇവിടെ ആരാധനാലയങ്ങളിലൊക്കെ നടക്കുന്ന ചൂഷണങ്ങളുടെ കഥകൾ നമ്മൾ എത്രയോ പുറത്തു വന്നതാണ്. എത്രയോ ആളുകൾക്ക് അറിയാം. എന്നിട്ടും ജനങ്ങൾ ഇത്തരം ഇതിലേക്ക് പെട്ടുപോകുന്നുണ്ടെങ്കിൽ അത് സർക്കാർ തടയുക, നിയമം മൂലം തടയുക തന്നെ വേണമെന്നാണ് പറയുന്നത്. ദിവസം ഇപ്പോൾ ഒരു 124 പേര് കൊല്ലപ്പെട്ടു ഒരു സംഭവം ഉണ്ടായി എന്നത് UP-യിലെ യോഗി സർക്കാരിന് മേൽ എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണോ? അങ്ങനെ വലിയ സമ്മർദ്ദം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നാമത് ഇതിൽ ഈ പറയുന്ന ഈ ഗോഡ്മാൻ ഉണ്ടല്ലോ, ഭോലെ ബാബ, അദ്ദേഹം ഒരു SC കമ്മ്യൂണിറ്റിയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ അനുയായികളും മഹാഭൂരിപക്ഷവും ആ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ആ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന ആളുകൾ പാവങ്ങളായിട്ടുള്ള മനുഷ്യരാണ്. അപ്പോൾ എന്തെങ്കിലും നിലക്കുള്ള ഒരു സോഷ്യൽ ക്യാപിറ്റൽ ഇല്ലാത്ത ആളുകളാണ് ഈ പറയുന്ന ആളുകൾ. അതുകൊണ്ട് ഈ അജിംസ് പറഞ്ഞ അദ്ദേഹത്തിന് എന്തോ ഭയങ്കരമായ സംരക്ഷണം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതെന്തോ ഒരു വലിയൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് ഇത് 1-2 ദിവസം അത് വരുമെന്നുള്ളതല്ലാതെ അതിലപ്പുറം പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ രണ്ടാമതൊരു കാര്യം, സ്റ്റാമ്പേഡ് എന്ന് പറയും, ഈ നിലക്കുള്ള എന്താണ് തിക്കിലും തിരക്കിലുമുള്ള മരണങ്ങൾ ഇന്ത്യയിൽ അപൂർവമുള്ള കാര്യമല്ലേ. ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിൽ മഹാഭൂരിപക്ഷം ഈ പറഞ്ഞ മാതിരിയും ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ഉത്തരേന്ത്യയിൽ മാത്രമല്ല നിഷാദ്, നമ്മുടെ കേരളത്തിൽ ശബരിമലയിൽ 102 ആളുകൾ മരണപ്പെട്ട സ്റ്റാമ്പേഡ് ഉണ്ടായിട്ടുണ്ട്. 446 കുട്ടികൾ മരണപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് ഹരിയാനയിൽ 95-ൽ. അത് ആത്മീയ പരിപാടിയായിരുന്നില്ല, ഈ ഒരു സ്കൂളിൻ്റെ പരിപാടിയായിരുന്നു. പിന്നെ നമ്മുടെ ഈ പല ആരാധനാ കേന്ദ്രങ്ങളും പൗരാണികമായ ആരാധനാ കേന്ദ്രങ്ങളും അതിൻ്റെ ഒരു ടെറൈൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ കുന്നിൻ്റെ മുകളിലും അത്തരം സ്ഥലങ്ങളിലൊക്കെയാണ് ഉണ്ടാകുക. അപ്പോൾ ആക്സസ് ഇല്ലാത്ത സ്ഥലങ്ങളാണ്. അപകടം ഉണ്ടായാൽ തന്നെ രക്ഷപ്പെടുത്താൻ, റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താൻ പ്രയാസമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ ഇത് ധാരാളമായിട്ടുണ്ട് ഇത്തരം വളരെ സങ്കടകരമായിട്ടുള്ള സംഭവങ്ങൾ. ഇപ്പോൾ നമ്മൾ പടിഞ്ഞാറൻ നാടുകൾ, വികസിത നാടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ നിലക്കുള്ള സ്റ്റാമ്പേഡുകൾ, കൂട്ടമരണങ്ങൾ ഉണ്ടാകുന്നത് ഈ നൈറ്റ് ക്ലബ്ബുകളിൽ, കൺസേർട്ടുകളിലൊക്കെയാണ്. പക്ഷേ ഈ വികസിത രാജ്യങ്ങളിൽ പലപ്പോഴും ഈ നിലക്കുള്ള ആത്മീയ പരിപാടികളും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ സംഭവം ദുഃഖകരമായ സംഭവമാണ്. അജിംസ് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അവിടുത്തെ ഒരു റെസ്പോൺസ് കേപ്പബിലിറ്റി, അതാണ് ഏറ്റവും പ്രധാനം. ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംഗതി ഉണ്ടായാലും അതിൻ്റെ ഒരു റെസ്പോൺസ് കേപ്പബിലിറ്റി എത്രയാണ്, അതൊക്കെ 0 ആയിരുന്നു തെളിയിച്ച സംഗതികളാണ് കഴിഞ്ഞു പോയത്. പക്ഷേ ഇതിൽ അതേസമയം നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ ഗോഡ്മാൻ ആയതുകൊണ്ട് ഗോഡ്മാൻമാർക്ക് ആളുകളെ സംഘടിപ്പിക്കാൻ പാടില്ല വെച്ചാൽ നിശ്ചയം അവർക്ക് അവകാശമുണ്ട്. ഫ്രീഡം ടു അസംബ്ലി എന്ന് പറയുന്നത് ഭരണഘടനാപരമായി ഇന്ത്യയിൽ എല്ലാവർക്കും ഉള്ള റൈറ്റാണ്. അത് ഗോഡ്മാനും അതിന് റൈറ്റുണ്ട്, പൊളിറ്റിക്കൽ പാർട്ടീസും റൈറ്റുണ്ട്, നരേന്ദ്രമോദിക്ക് റൈറ്റുണ്ട്, ഭോലെ ബാബക്കും റൈറ്റുണ്ട്. അപ്പോൾ അത് നമുക്ക് അത്തരം പരിപാടികൾ നിയന്ത്രിക്കണം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതേസമയം ഇതിൽ കാര്യം എന്ന് വെച്ചാൽ ഒരു ക്രൗഡ് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ എന്താണ് നമുക്ക് ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൽ ഇത്തരം കാര്യങ്ങൾ നോക്കേണ്ട ദേശീയ ഏജൻസി എന്ന് പറയുന്നത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ്. 2014 അവർ ഒരു വളരെ ദീർഘമായിട്ടുള്ളൊരു ഗൈഡ് ലൈൻ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഏതാണ്ട് 100 പേജോളം ഉണ്ട് ഈ ക്രൗഡ് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട്. അത് അവർ പ്രസിദ്ധീകരിക്കുക മാത്രമല്ല, ഈ പറയുന്ന സംസ്ഥാന തലത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ജില്ലാ തലങ്ങളിലേക്കൊക്കെ അയച്ചു കൊടുക്കുകയും അതതിൻ്റെ ഒരു പ്രോട്ടോക്കോളായിട്ട് സെറ്റ് ചെയ്യുകയും ചെയ്തതാണ്. സാമാന്യം ഭേദപ്പെട്ട ഒരു പ്രോട്ടോക്കോളാണത്. പക്ഷേ അത് പിന്നെ പലരും പാലിക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ നിഷാദ് ഇപ്പോൾ ഇതിന് പോവുക, സംസ്ഥാന സ്കൂൾ യുവജനോത്സവം പോവുക, അത് ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന ഇവൻ്റാണല്ലോ. അത് ഗവൺമെൻറ്റിൻ്റെ പരിപാടിയാണ്. അവിടെ നോക്കൂ, അവിടെ ഫയർ ആൻഡ് റെസ്ക്യൂവിന് സ്റ്റാളുണ്ടാവും, പോലീസിന് സ്റ്റാളുണ്ടാവും. ഈ പറയുന്ന പ്രോട്ടോക്കോൾസ് എല്ലാം പാലിച്ചുകൊണ്ടാണ് അവിടുത്തെ പന്തലാണെങ്കിലും സീറ്റിംഗ് ഇതാണെങ്കിലും. കപ്പാസിറ്റി അസസ്മെൻ്റാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്ര ആളുകൾ വരും എന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, ഒരു ഗിവൺ ടൈമിൽ എത്ര ആളുകൾ വരും, അത് വളരെ പ്രധാനമാണല്ലോ. അല്ലാതെ 1000 ആളുകൾ പല സമയങ്ങളിൽ വരുന്നതും 1000 ആളുകൾ ഒന്നിച്ച് വരുന്നതും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട്. അപ്പോൾ കപ്പാസിറ്റി അസസ്മെൻറ്റ്, ക്രൗഡ് മാനേജ്മെൻറ്റ്, അതിനുള്ള ഈ റെസ്ക്യൂ മെക്കാനിസം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുള്ള വളരെ വിശാലമായ പ്രോട്ടോക്കോളാണ്. പലപ്പോഴും ഗവൺമെൻറ് പരിപാടികൾ അത് പാലിക്കപ്പെടാറുണ്ട്. പക്ഷേ മറ്റ് പരിപാടികൾ ഉണ്ടാവാറുണ്ടെന്ന് വെച്ചാൽ അതുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഈയിടെ ഒരു 1.5 മാസം മുമ്പ് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോയി. ഒരു സാമാന്യം വിശാലമായൊരു ഗ്രൗണ്ടാണ്, അതിൽ നിറയെ ആളുകളുണ്ട്. പക്ഷേ
പ്രശ്നം എന്ന് വെച്ചാൽ ആ ഗ്രൗണ്ടിലേക്ക് കടക്കാനുള്ള പ്രവേശന കവാടമുണ്ടല്ലോ അത് വളരെ ഇടുങ്ങിയതാണ്. പ്രവേശനം അത് എൻട്രൻസുമാണ് എക്സിറ്റുമാണ്. ഞാൻ ആ പരിപാടി കഴിഞ്ഞപ്പോൾ അതിൻ്റെ സംഘാടകരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തരുത്. എന്തെങ്കിലും ഒരു മിസ്ഹാപ്പ് ഉണ്ടായെന്ന് വിചാരിക്കുക, ആളുകൾ എങ്ങനെ രക്ഷപ്പെടും? അപ്പോൾ അവർ പറഞ്ഞു ഇതേ ഉള്ളൂ ഇവിടെ ഗേറ്റ്, അങ്ങനെ നിങ്ങൾ ആ മതിൽ പൊളിക്കുകയെങ്കിലും വേണം. അപ്പോൾ ഒരു പരിപാടി, ഒരു നിശ്ചിത എണ്ണത്തിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി, ഒരു എനി കൈൻഡ് ഓഫ് അസംബ്ലി, അത് മതപരമാവട്ടെ സെക്യുലർ ആവട്ടെ, എനി കൈൻഡ് ഓഫ് അസംബ്ലി, അതിന് മുൻകൂർ അനുമതി മേടിക്കണം. മുൻകൂർ അനുമതി മേടിക്കണം വെച്ചാൽ പബ്ലിക് പ്രോഗ്രാം മുൻകൂർ അനുമതി മേടിക്കണം. പക്ഷേ അതിൽ ഈ പ്രോട്ടോക്കോൾ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തി അതിനനുസരിച്ച് ഈ പറയുന്ന ഏത് അസംബ്ലിക്കും അനുവാദം കൊടുക്കുന്ന രീതിയിൽ ഒരു ക്രൗഡ് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ കർശനമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനം. നമ്മുടെ രാജ്യത്തിൻ്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറയുന്ന സിവിൽ മാനേഴ്സ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞൊരു രാജ്യമാണ്. അത് സ്വാഭാവികമായിട്ടും വികസ്വര രാജ്യങ്ങൾ കുറവായിരിക്കും. അപ്പോൾ ഈ അങ്ങനെ സിവിൽ മാനേഴ്സ് കുറഞ്ഞ ഒരു സമൂഹത്തിൽ ഇത്ര വലിയ അസംബ്ലികളിൽ ഈ പറയുന്ന ക്രൗഡ് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾ കർശനമായി നടപ്പിലാക്കിയില്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവും. ആ ഒരു ലെവലിലേക്ക് ഭരണകൂടങ്ങളും സംവിധാനങ്ങളും ജനങ്ങളും ഉയരുമ്പോൾ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. എവിടെയൊക്കെയാണ് പാളിപ്പോകുന്നത് എന്ന കാര്യം പഠിക്കാൻ, തിരുത്താൻ ഭരണകൂടങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കാം.